ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ 2 കംപ്ലയിൻറ്റുകൾ പറഞ്ഞാൽ, ഒന്ന് പെട്രോൾ ലീക്ക് പറയുന്നുണ്ട്, പിന്നെ ചില സമയങ്ങളിൽ സെൽഫ് വർക്ക് ചെയ്യില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. സെൽഫ് കംപ്ലയിൻറ്റിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിലൊരു കംപ്ലയിൻറ്റ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല. വരാൻ സാധ്യത ബാറ്ററിയുടെയാണ്. കാരണം എന്താ വെച്ചാൽ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് ഒരൽപ്പം താഴേക്ക് പോകുന്നുണ്ട്. വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി 2021 ബാറ്ററി, ഏകദേശം ഒരു 4 കൊല്ലം കംപ്ലീറ്റ്, ഏകദേശം 5-ാം കൊല്ലം ആയിരിക്കണം ബാറ്ററി. പിന്നെ ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അത് മതി. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ വേണം ബാറ്ററിക്ക്. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് 8.80 ആ റേഞ്ചിലേക്ക് വന്നെ കേട്ടോ. 8.5 വോൾട്ട് ആയി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആണ്. അത് ചില സമയങ്ങളിലായിരിക്കാം ആ ഒരു പ്രോബ്ലം കാണിക്കാം. അത് ബാറ്ററിയുടെ ആവാനാണ് സാധ്യത. പക്ഷേ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് ആയ സ്റ്റേജിലേക്ക് ആയിട്ടില്ല. എന്നാൽ വണ്ടി സെൽഫ് ഇപ്പോൾ സ്റ്റാർട്ട് ആവണമുണ്ട്. പിന്നെ വരാൻ സാധ്യതയുള്ളത് സെൽഫ് സ്വിച്ചുകളുമായി ബന്ധപ്പെട്ടാണ്, സ്വിച്ച് ഐറ്റംസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിച്ചിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ, ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിച്ചിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡിൽ റൈറ്റ് സൈഡിൽ ആക്സിലേറ്ററിൻ്റെ ഭാഗത്ത് തന്നെ ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും ചില കേസിലൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട്. അത് ബ്രേക്ക് സ്വിച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരിക്കും. പിന്നെ സെൽഫ് സ്വിച്ചിൻ്റെ വരാം, സെൽഫ് റിലേയുടെയൊക്കെ വരാം. പ്രത്യക്ഷത്തിൽ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് പാർട്ടാണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാധ്യത നിൽക്കുന്നത് ബാറ്ററിയാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഏകദേശം ഒരു 1000-1300 രൂപയൊക്കെ, 1360 രൂപ അങ്ങാണ്ട് റേറ്റ് വന്നതാണ് ഈ ബാറ്ററി എന്ന് പറയുന്ന ഐറ്റം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ പറഞ്ഞത് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓവർഫ്ലോൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ആ കംപ്ലയിൻറ്റും ഇപ്പോൾ കാണിക്കുന്നില്ല. കാർബറേറ്റർ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം മുമ്പ് നമ്മൾ കാർബറേറ്റർ കഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തതാണ്. വലിയ പഴക്കമുള്ള കാർബറേറ്ററൊന്നും അല്ലത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ മിക്കവാറും പെട്രോൾ ഓവർഫ്ലോ വന്നത് തന്നെ ആവാനാണ് സാധ്യത. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. ഇതിപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻ്റ് ഇല്ല. ഇനി നമ്മളത് അഴിച്ച് നോക്കി ക്ലീൻ ചെയ്യാനായിട്ട് നോക്കി ഒരു പക്ഷേ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കൂടാനും സാധ്യതയുണ്ട്. ഇനി അഴിച്ച് ക്ലീൻ ചെയ്തിടാണ് ഇതിന് മാർഗമുള്ളൂ, വേറെ ഓപ്ഷനില്ല. അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 500-550 രൂപ നമുക്ക് എന്തെങ്കിലും ചുരുങ്ങിയത് ചിലവ് വരും. ഫ്ലോട്ടിൻ്റെ നീഡിൽ വാൽവ് കാര്യങ്ങൾ, ഫ്ലോട്ട് വാൽവ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസയും വരും. അഴിച്ച് നോക്കി ചെക്ക് ചെയ്യാതെ കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് നോക്കി, നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്തതുകൊണ്ട് കംപ്ലയിൻറ്റ് വരില്ല എന്നല്ല. പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ വന്ന കംപ്ലയിൻറ്റുകളുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തേക്കണതുകൊണ്ട് തന്നെ കാർബറേറ്റർ അലുമിനിയം ബോഡിയാണ്. അലുമിനിയം ബോഡിയും എത്തനോളും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ദ്രവിച്ചു പോകണമെന്ന് കംപ്ലയിൻറ്റ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറേ ഇപ്പോൾ പവർ പെട്രോളൊക്കെ അടിക്കുന്ന വണ്ടികൾ കുറച്ചൊക്കെ കുറവ് കാണുന്നുണ്ട്. എന്നാലും ആ വണ്ടികളിലുണ്ട്. താരതമ്യേന സാധാ പെട്രോളിനേക്കാളും കുറച്ചും കൂടിയും മെച്ചം കിട്ടുന്നുണ്ട് പവർ പെട്രോൾ അടിക്കും. അത്രേ ഉള്ളൂ. എന്തായാലും വരും കംപ്ലയിൻറ്റ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പെർമിഷൻ തരാണെങ്കിൽ ഞാനതൊന്ന് അഴിച്ചു നോക്കാം. അഴിച്ച് നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണമെങ്കിൽ 500-550 രൂപ നോർമൽ രീതിയിൽ ചിലവുണ്ട്. ഫ്ലോട്ടിൻ്റെ നീഡിൽ വാൽവ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ 165-185 രൂപ കൊണ്ട് അതിൻ്റെ അഡീഷണൽ വരും. ജെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറയാം. പിന്നെ ഈ സൈഡിൽ ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഇവിടെ ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഓയിൽ ഇവിടെ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് മാറ്റിയിടാം. കാർബറേറ്ററിൻ്റെ കേസ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയാം. അഴിച്ച് ക്ലീൻ ചെയ്യണോ, ഇനി അതല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. നോക്കിയിട്ട് കൂടുതലായിട്ട് പ്രശ്നം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം. അതേപോലെ തന്നെയാണ് ഈ സെൽഫിൻ്റെ കേസ് കേട്ടോ. 2 കംപ്ലയിൻറ്റും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് നമുക്ക് ഇന്നൊരു പാർട്സിൻ്റെ അല്ലെങ്കിൽ ഇന്നൊരു സ്പെയർ പാർട്സ് ഡാമേജ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടണം എന്നുള്ളതാണ്. ഓവർഫ്ലോൻ്റെ 99% കാർബറേറ്ററാണ്. സെൽഫിൻ്റെ കേസ് ഈ പറഞ്ഞ രീതിയുടെ ബാറ്ററി ഡെഡ് ലൈനാണെങ്കിൽ കൂടി മറ്റുള്ള കാരണം കൊണ്ടും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കാണിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കണേൻ്റെ കേസ്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം.